യു എയിൽ ഞാൻ വന്നിട്ട് എനിക്ക് നോട്ടീസബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇവരുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. ഈ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. അപ്പോൾ വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റർഡ് ഗൈസ്. ദിസ് ഈസ് അൽ ഹുദ്രിയാത്ത് ഐലൻഡ്, അബുദാബി. അബുദാബിയിലെ ഈ ഐലൻഡ് വൺ ഓഫ് ദി ബിസിയസ്റ്റ് പ്ലേസസിൽ ഒന്നാണ്. ആൾക്കാരെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ, സൂചി കുത്താൻ ഇടയില്ലാത്ത പാർക്കിങ്ങിൽ കാറ് ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. സൺഡേ ആയാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അമ്മേ, ചാണകത്തിൽ ചവിട്ടിയ പോലെ ഞാൻ ഈ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇവിടുത്തെ മണൽ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര സൂപ്പറായിരുന്നില്ല. സാരമില്ല, കുറച്ചധികം നടക്കാനുണ്ട്. ആ കാണുന്ന ഹുദ്രിയാത്ത് ഐലൻഡിലേക്ക് പോകാൻ ലക്ഷ്യം വെച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നാണല്ലോ. എനിക്കെന്താണെന്നറിയില്ല, ബീച്ച് സൈഡിൽ വരുന്നത് ഭയങ്കര ഒരു റിലാക്സിങ് തെറപ്പിയാണ്. ഇങ്ങനെ കാലൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു സുഖം. ഏകദേശം സൺസെറ്റൊക്കെ ആവാറായി. പക്ഷെ അതിനിടയിൽ ടാൻ അടിച്ചോ എന്നൊരു സംശയം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സെറ്റാണ്. അപ്പോൾ നിങ്ങളെ ഒരു സ്പെഷ്യൽ സൺസെറ്റ് കാണിക്കാൻ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ പോകുന്നത്. ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഏതാ എൻഡിങ് ഏതാ ഇതൊന്നും നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. പക്ഷേ ലക്ഷ്യമാർഗത്തേക്കാൾ പ്രധാനം എന്നാണല്ലോ, അങ്ങനല്ലേ? ഇനി അങ്ങനെ അല്ലെങ്കിലും അങ്ങനാണെന്ന് വിശ്വസിച്ച് പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ നടന്ന് ഒരു വലിയ എൻട്രൻസ് നമ്മൾ കണ്ടു. ഈ കാണുന്ന ആ എൻട്രൻസ് കയറിയപ്പോൾ ഇത്ര ഭംഗിയുള്ളൊരു വ്യൂ ആണ് കണ്ടത്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവരുടെ വാട്ടർ അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് ആയതുകൊണ്ടും നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാത്തതുകൊണ്ടും നമുക്കതിനുള്ള ആക്സസ് ഉണ്ടായില്ല. ഇപ്പോൾ ഈ കാണാൻ പോകുന്നത് നമ്മൾ ശരിക്കും കാണാൻ പോകുന്ന സൺസെറ്റിൻ്റെ ഒരു ഷോർട്ട് വേർഷനാണ്. ഇവിടുന്ന് ഇത്ര ഭംഗിയായിരിക്കുമ്പോൾ അടുത്ത് പോകുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ പോകുന്ന വണ്ടിയിലൊക്കെ നമുക്ക് പോവാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്യാനാണ് നമ്മൾ ഈ ഓടിപ്പിടിച്ച് നടന്നലഞ്ഞ് പോകുന്നത്. ഒരു വിയറ്റ്നാമീസ് ചൈനീസ് സിറ്റിയിലൊക്കെ വന്ന ഫീലില്ലേ? ഇവിടെ നിന്ന് ഞാൻ പോയിട്ടൊന്നും ഇല്ല. പക്ഷെ ഇങ്ങോട്ട് നോക്കി, ഇവിടെ കുറേ ഷോപ്പുകളും കുറേ ഈട്രീസൊക്കെ ഉണ്ട്. ബട്ട് വി കാൺ ബി ഡിസ്ട്രാക്റ്റഡ് ബിക്കോസ് നമ്മൾ പോകുന്നത് സൺസെറ്റ് കാണാനാണ്. വർക്ക് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ കുറച്ച് ഡള്ളായിട്ടിരിക്കുമ്പോൾ നമ്മളെ ചിയറപ്പ് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വേണം അല്ലേ? അതിനൊരു ഡിസ്ട്രാക്ഷൻ വേണ്ടേ? ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ പാർട്ട്ണറായിട്ടോ ഒറ്റയ്ക്കൊക്കെ ഇടയ്ക്കൊന്ന് റീസെറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ എനർജി ലെവൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിൽ സ്വന്തം എനർജി ബൂസ്റ്റ് ചെയ്തിട്ട് ഇനി കിഡ്സിൻ്റെ എനർജി റീചാർജ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിനി വാട്ടർ തീം പാർക്ക്, പ്ലേ ഏരിയ, പിന്നെ കുറച്ച് റൈഡ്സ്, അങ്ങനെ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. ആ സന്തോഷമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. പതിയെ ആ ഫ്രെയിം അങ്ങോട്ട് മാറ്റിയാട്ടെ. ഈ വ്യൂ കാണാൻ വേണ്ടി മാത്രമാണ് ഒരു അരമണിക്കൂർ നടന്ന് നമ്മളിവിടെ വരെ എത്തിയത്. നേരെ മുന്നിലൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ നിന്നിട്ടാണ് എല്ലാവരും സൺസെറ്റ് കാണുക. ഇതാണ് ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വ്യൂ. ഇവിടേക്ക് നമുക്ക് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി പോകാനും പറ്റും. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് പതുക്കെ അങ്ങ് തിരിച്ച് നടന്നാലോ? വന്ന വഴി ബ്രിഡ്ജ് ഇറങ്ങി നമ്മൾ തിരിച്ച് നേരെ പോയി കുറച്ച് DJ ഒക്കെ ആസ്വദിച്ച് 2 സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സൊക്കെ അവർ ഓണാക്കി കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ. അല്ലെങ്കിലും രാത്രിയായി കഴിയുമ്പോൾ ഈ ലൈറ്റ്സൊക്കെ, പ്രത്യേകിച്ച് വാം ലൈറ്റ്സൊക്കെ ഇട്ട സ്ഥലങ്ങൾ കാണാൻ നല്ല രസമല്ലേ? അതാണ് നമ്മൾ ആ ബ്രിഡ്ജിൽ പോയി നിന്ന് കണ്ട ഹുദ്രിയാത്ത് ഐലൻഡിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ഈവനിങ് ആണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വൈൻഡപ്പ് ചെയ്യുമല്ലേ? അപ്പോൾ നിങ്ങളെ സൺസെറ്റ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിപ്പിടിച്ച് അവിടെ പോയി സൺസെറ്റ് വളരെ ലോങ്ങായിട്ടുള്ള ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഇതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചധികം കൂടുതലായിരുന്നുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സൈൻ ഓഫ് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സൈൻ ഓഫ് ഇവിടെ അങ്ങ് തന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഹുദ്രിയാത്ത് ഐലൻഡ് വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം വിൽ കം വിത്ത് ആൻ അമേസിംഗ് വ്ലോഗ് അഗെയിൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.